ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസിമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229901701 മിസ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്തായടോ അവൻ വന്നില്ലേ? 10 മണിക്ക് വരുമെന്ന് പറഞ്ഞാ സാർ. 10 കഴിഞ്ഞല്ലോ. മനുഷ്യന് നാറിട്ട് നിന്നൂടാ. അവനൊന്ന് വിളിച്ചോക്ക്. വിളിച്ചിട്ട് കിട്ടുന്നില്ല സാറേ. ഇന്നലെ കോൺസ്റ്റബിളിനെ വിട്ട് പറയിപ്പിച്ചതാ.
സാറേ അവൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു. ഒന്ന് പെട്ടെന്ന് പോയി വിളിച്ചോണ്ട് വാടോ. ആരാടാ? വേഗം വാ, സാറ് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ പൊന്ന് സാറേ, ചീഞ്ഞളിഞ്ഞ സാധനമാണ് അത്. ഞാൻ ആദ്യം ഇതൊന്ന് കയറ്റട്ടെ, എന്നിട്ട് അത് പോയി കയറ്റാം. സാറേ ദേ വന്നു. എന്തൊരു മണമാ. ഹലോ, ഡിസ്ട്രിക്ട് കളക്ടർ പവൻകുമാർ സാറല്ലേ? യെസ്. ഞാൻ വിഘ്നേഷ് റാം. മിനിസ്റ്റർ ശർമാജി പറഞ്ഞിരുന്നില്ലേ? ഓ യെസ്. വേർ ആർ യു നൗ? ഐ ഹാവ് ജസ്റ്റ് റീച്ച്. ഇപ്പോൾ ഹോട്ടലിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഓക്കെ. നമുക്ക് എവിടെ വെച്ച് കാണാൻ പറ്റും? ഓഫീസിൽ വെച്ച് വേണ്ട, നമുക്ക് ഈവനിങ്ങിൽ രാമവർമ്മ ക്ലബിൽ മീറ്റ് ചെയ്യാം. അവിടെ ആകുമ്പോൾ മറ്റ് ശല്യങ്ങളുണ്ടാവില്ല. ഓക്കെ സാർ, ഐ വിൽ കോൾ യു ഈവനിങ്. ഓക്കെ. ഓക്കെ. ആ. കളക്ടറെ കണ്ടാൽ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുമെന്ന് മിനിസ്റ്റർ പറഞ്ഞിരുന്നു. അച്ഛാ, മിനിസ്റ്റർ പറഞ്ഞിരുന്നു നിങ്ങളുടെ വിഷയം. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ലെറ്റ്സ് സീ.
എനിക്ക് തിന്നാനുള്ളത്. അവിടെ എന്നാ മതി. ആ പരമൂന്റെ പാഴ്സൽ എടുത്ത് കൊടുത്തടാ. ഒന്ന് മാറിക്കണത് എന്തൊരു നാറ്റാണ്. കളിയാക്കണ്ടാ, നിന്റെയൊക്കെ വീട്ടിലെ തീട്ടം കോരുന്ന ആളാടാ. പൈസ 50. ഓരോരോ കോലങ്ങളെ എന്തൊരു ജീവിയാടാ ഇത്. അമ്മ ഇതൊന്ന് പറഞ്ഞു തരാമോ? எனக்கு அறியலப்பா. ஏண்டி இதெல்லாம் கேட்டு என்ன கிண்டல் பண்ற? ஒன்ன மாதிரி படிக்க தெரிஞ்ச நான் இப்படி இருக்குமா? அச்சோ என் புள்ள விஷமாச்சா? சரி போய் அப்பா கிட்ட கேளு, அப்பாக்கு நல்லா தெரியும். പா പா എനിക്കപ്പാ അപ്പാ അപ്പാ എനിക്കപ്പാ. அப்ப சொல்லியாச்சா? നല്ല ഉറക്ക. அப்படியா? சரி அப்ப எழுந்துட்டு நல்லா பறிஞ்சு தரும் போதுமா? എടാ വൈകുന്നേരം 2 കുപ്പിയും കൂടെ എടുക്കണേ. എടുക്കടാ. 2 അടിച്ചിട്ടല്ലാതെ കിടന്ന് ഉറങ്ങാൻ അതെ പറ്റത്തില്ല. അതെ. മറ്റടുത്ത് നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? എന്റെ കൈ മുറിഞ്ഞു. നോക്കി. டேய் என்னடா? എന്താടി? ஆ? നീ ആരാ? என்னடா பண்ற? ஆ? നീ ആരാ ചോദിക്കാൻ? போடா. നീ, നിന്നെ ഞാൻ- டேய், டேய், டேய். വേണ്ട. என்னடா? போடா. വേണ്ട. போடா. പോന്ന്. ആ, നിന്നെ കാണിച്ചലാടി. வாடா. വാടാ. നീ വണ്ടി കയറണം. மூஞ்சி அடிச்சிருவேன். വാ, നിന്നെ ഞങ്ങൾ എടുത്തോളാടി. ഇവിടെ നമുക്ക് പിന്നെടുക്കടാ. നീ വണ്ടി എടുക്കടാ. என்னாச்சு? அச்சோ, ரத்தம் வருது. எங்க இருக்கு? ரொம்ப முறிவாச்சு. நமக்கு ஆஸ்பத்திரியில் ஏதாவது போலாம்ல? ഒന്നും വേണ്ട, വീട്ടിൽ ചെന്ന് മരുന്ന് വെച്ചാൽ മാറിക്കോളും.
ஏய் நில்லுங்க நில்லுங்க. உங்க வீடு சொன்னா நானே உங்க அங்க அனுப்பிடலாம். பரவாயில்ல, நானும் கூட வரேன். சரியா? வாங்க. மெதுவா. இங்க தானே? അയ്യോ, ഇവനെന്തു പറ്റിയതാ ഇത്? ദേഹമൊക്കെ പൊട്ടി ഒലിക്കുന്നുണ്ടല്ലോ. രാവിലെ ഇവിടുന്ന് വെടിപ്പായി പോയ ചെക്കനാ. നീ ഇതെവിടെ ചെന്ന് കേറി കൊടുത്തടാ? നീ ഏതാ പെണ്ണേ? நான் மல்லி. டவுன்ல ஆக்கிரையும் பாட்டெல்லாம் எடுக்கிறாங்க. நான் வேலை செய்து வரும்போ இவரை வழியில கெட்ட பசங்க சேர்ந்து அடிச்சிட்டு இருக்காங்க. நான் பார்க்கலனா கண்டிப்பா இவரை கொன்னுடுவாங்க. എന്റെ ദൈവമേ, നല്ലോണം നടന്ന ചെക്കനാ. അയ്യോ പരമോണ, എന്താ ഇത്? നല്ല പണി കിട്ടിയ പോലെ ഉണ്ടല്ലോ. എടാ, ഇവനെ ടൗണിൽ വെച്ച് ആരാണ്ടൊക്കെ കൂടി തല്ലിയെന്നാ ഈ പെണ്ണ് പറയുന്നത്. പരമോണ്ടനെ തല്ലുന്നു. ഏതാടാ പന്നി? നമ്മുടെ കോളനി ഒരുത്തനെ തല്ലിയവനെ ഇടിച്ച് ചോര തുപ്പിക്കണം. ഒന്നും വേണ്ടടാ. അണ്ണനങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് തന്നെ അവരെ ഇടിക്കണം. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ആദ്യം അവനൊന്ന് ഇരിക്കട്ടെ അവിടെ. വാ, പതുക്കെ നടന്നാ മതി. നല്ല പണിയാണല്ലോ കിട്ടിയ. ഒരു കുഴപ്പമില്ലാതെ മര്യാദയ്ക്ക് നടന്ന ചെക്കനാ. ദേഹം മുഴുവൻ പൊട്ടിയിട്ടുണ്ട്. എന്നാലും ഈ പാവത്തിന്റെ ഒക്കെ മേത്ത് ഇങ്ങനെ മെക്കിട്ട് വരാന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കണം. ഞാൻ ഈ തുണി ഒന്നുകൊണ്ട് വെച്ചിട്ട് വരാം. ஐயோ, எந்த பற்றியாண்ணா? இல்ல, கொஞ்சம் கெட்ட பசங்க இவன் வண்டி மேல இடிச்சிட்டாங்க. அது கேட்டதுக்காக சண்டை போட்டு அடிச்சிட்டேன். அதனாலதான் இப்படி ஆச்சு. മരുന്ന് വെച്ചില്ല അണ്ണാ? ഞാൻ ഓയിൽമെന്റ് എടുത്തിട്ട് വരാം. நான் கொஞ்சம் காஃபி போட்டுக்கிட்டுமா? അണ്ണാ, മരുന്ന് വെക്കട്ടെ? നന്നായി മുറിഞ്ഞിട്ടുണ്ടല്ലോ. ചെറിയ നീറ്റലുണ്ടാവും. നീറ്റല് പെട്ടെന്ന് മാറും. കൈമുട്ട മുറിഞ്ഞിട്ടതല്ലോ. കൈ അനക്കല്ലേ? அண்ணா, காஃபி. மெதுவா, நல்லா சூடா இருக்கும் பார்த்து. அண்ணா, நேரம் ரொம்ப வைகியாச்சு. நான் கிளம்பட்டுமா? சரி. പാട്ടുറങ്ങും പൂങ്കുഴലോ, പാടിയുണർത്തുന്ന പൂങ്കുയിലോ, പീലി നിർത്തും മാമയിലോ, പീലിക്കണ്ണയുന്ന മാൻകുരുന്നോ. പാട്ടുറങ്ങും പൂങ്കുഴലോ, പാടിയുണർത്തുന്ന പൂങ്കുയിലോ, പീലി നിർത്തും മാമയിലോ, പീലിക്കണ്ണയുന്ന മാൻകുരുന്നോ. കണ്ണാടി മൈനെ കസ്തൂരി പ്രാവേ, കന്നി നാണക്കൂറുമ്പേ, എന്റെ കന്നി നാണക്കൂറുമ്പേ. തെങ്ങോല കയ്യിലെ ഓലഞ്ഞാലിയല്ലേ ഈണവും താളവുമായി നീ പോരടി പൈങ്കിളിയേ. ആ പാട്ടുറങ്ങും പൂങ്കുഴലോ, പാടിയുണർത്തുന്ന പൂങ്കുയിലോ, പീലി നിർത്തും മാമയിലോ, പീലിക്കണ്ണയുന്ന മാൻകുരുന്നോ. പാട്ടുറങ്ങും പൂങ്കുഴലോ, പാടിയുണർത്തുന്ന പൂങ്കുയിലോ, പീലി നിർത്തും മാമയിലോ, പീലിക്കണ്ണയുന്ന മാൻകുരുന്നോ. കാണാനഴകുള്ള
നാളുള്ള കാന്താരി പെണ്ണിന്റെ കാലിൽ ചിലമ്പിന്റെ ചിഞ്ചില്ലം കാതോരമെത്തുമ്പോൾ എന്നാളും എന്നുള്ളിൽ പേരെന്തെന്നോതാത്തൊരാമോദം കാണാനഴകുള്ള കാന്താരി പെണ്ണിന്റെ കാലിൽ ചിലമ്പിന്റെ ചിഞ്ചില്ലം കാതോരമെത്തുമ്പോൾ എന്നാളും എന്നുള്ളിൽ പേരെന്തെന്നോതാത്തൊരാമോദം രാമഴക്കൂട്ടിലെ തേൻ കുളിർത്തുള്ളികൾ മെയ്യാകെ പെയ്യുന്നൊരുന്മാദം മെയ്യാകെ പെയ്യുന്നൊരുന്മാദം പാട്ടുറങ്ങും പൂങ്കുഴലോ പാടിയുണർത്തുന്ന പൂങ്കുയിലോ പീലി നിർത്തും മാമയിലോ പീലി കണ്ണയുന്ന മാൻകുരുന്നോ കേൾക്കുമ്പോൾ ഉള്ളിലെ ചിത്തിര പെണ്ണിന് തുള്ളാട്ടം പുഞ്ചിരി പൂവിലെ പഞ്ചാരയുണ്ണുവാൻ വണ്ടായി മാറിടാൻ വ്യാമോഹം കൊയ്ത്തിന്റെ വായ്ത്താരി കേൾക്കുമ്പോൾ ഉള്ളിലെ ചിത്തിര പെണ്ണിന് തുള്ളാട്ടം പുഞ്ചിരി പൂവിലെ പഞ്ചാരയുണ്ണുവാൻ വണ്ടായി മാറിടാൻ വ്യാമോഹം ചാറ്റൽ മഴയത്ത് ചേറ്റിൽ നിന്നാടുന്ന താരുണ്യത്തങ്കത്തിടമ്പല്ലേ താരുണ്യത്തങ്കത്തിടമ്പല്ലേ പാട്ടുറങ്ങും പൂങ്കുഴലോ പാടിയുണർത്തുന്ന പൂങ്കുയിലോ പീലി നിർത്തും മാമയിലോ പീലി കണ്ണയുന്ന മാൻകുരുന്നോ പാട്ടുറങ്ങും പൂങ്കുഴലോ പാടിയുണർത്തുന്ന പൂങ്കുയിലോ പീലി നിർത്തും മാമയിലോ പീലി കണ്ണയുന്ന മാൻകുരുന്നോ அன்னைக்கு என்ன பேசணும் சொல்லியாச்சு என்ன விஷயம் അത് தைரியமா சொல்லுங்க சொல்லு നിനക്ക് എൻ്റെ കൂടെ പോന്നൂടെ? என்ன சொன்ன എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. മല്ലി, ഞാൻ പറഞ്ഞ ഇഷ്ടമായില്ലേ? என் குடும்பம் ஏதுன்னு எனக்கு தெரியல. பிறந்த 3வது நாள் தஞ்சாவூர் ரயில்வே ஸ்டேஷன் பக்கத்தில் என்னை யாரோ குப்பை தொட்டில் போட்டுட்டாரு. அன்னைக்கு என்ன மாதிரி வேலை பார்க்குற பூங்கொடின்னு ஒரு அம்மாள் என்னெடுத்து வளர்த்துட்டாரு. அவரை தான் என்னோட உலகம். ஆனால் ஒரு நாள் ஒரு ரோடு ஆக்சிடெண்ட்டில் அவரும் இருந்து போயிட்டார். அதுக்கப்புறம் நான் தனியாக தான். இதுதான் என் கதை. മല്ലി, ഞാനും നിന്നെപ്പോലെ തന്നെയാ. എനിക്കും ആരുമില്ല. എനിക്ക് കൂട്ടായി ഇനി നീ വേണം. നിന്നെ ഒരു കുറവില്ലാതെ ഞാൻ നോക്കിക്കോളാം.
പെട്ടെന്നാവട്ടെ. അതൊക്കെ ശരിയാക്കാം. തിന്നാമല്ലെന്താ? അതൊക്കെ തരാൻ പണി നടക്കട്ടെ. എന്താ ഭക്ഷണം മുഴുവൻ ക്ലീൻ ചെയ്തില്ലേ? സാറേ നോക്ക്, വടിച്ചു വാരിയിട്ടുണ്ട്. പണിയിൽ നമുക്ക് തട്ടിപ്പൊന്നുമില്ല. അമ്മ, പഴയ കുപ്പിപ്പാട്ട് ഏതാவது കൊടുക്കാനുണ്ടോ? പഴയതെല്ലാം എടുക്കുവോ? എല്ലാം എടുക്കും. ആ എന്നാ നീ വാ. சரி വാ, അവിടെയാ. அங்கயா? ദേ ഇത്ര സാധനങ്ങളുണ്ട്. ചേച്ചി, இந்த கார்போர்டு எடுக்கலாம். ஆனா இந்த வேஸ்ட் மட்டும் எடுக்க மாட்டோம். അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത് മൊത്തം കൊണ്ടുപോയാലേ ഈ സാധനം ഞാൻ തരുള്ളൂ. എന്നാ ചേച്ചി ഇപ്പടി? നിനക്ക് വേണ്ടെങ്കിൽ പോയിക്കോ, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. சரி போடுங்க. ചേച്ചി கொஞ்சம் ஹெல்ப் பண்ணலாம்ல? ഇത് വളരെ കുറവാണല്ലോ. അമ്മ, ഇതൊക്കെ അവളോതാ കിടക്കൂ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. തീരെ കുറവായത്. 100 രൂപയിലും തരണം. കടവുളെ, 100 രൂപവാ? இதுதான் தர்றது புண்ணியமா? എങ്കിലും ഒരു 80 എനിക്ക് തരണം. சரி, தர்க்கம் வேணாம். ஒரு 70 ரூபா தரேன். 70 രൂപയോ? ஆமா, அதுதான் லாஸ்ட் விலை. ആ എന്തെങ്കിലും ആട്ടെ, സാധനം വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. அப்படி வழக்கு வா. வரட்டுமா? ചേട്ടാ, വല്ല ചളങ്ങിയ പാട്ട കുപ്പി ഏതാவது കൊടുക്കാനുണ്ടോ? നല്ല ചളങ്ങാത്ത സാധനമാണല്ലോടാ. ഒന്ന് ചളക്കി വിടാലോ. വിളിക്ക്. ഉണ്ട്, കേറി വാ. അവിടെയാ പിന്നാടിയാ? ആ പുറകില്. വാ വാ. ഏയ്, അവിടല്ല, ഇവിടെ. ഇതെല്ലാം പുതിയ പാത്രങ്ങളാണല്ലോ ചേട്ടന്മാരെ. ഇവിടെ ചളിങ്ങിയതൊന്നും ഇല്ലല്ലോ മോളെ. നിനക്ക് പൈസയല്ലേ വേണ്ടത്, അത് ഞങ്ങൾ തരാം. പക്ഷേ നീയൊന്ന് എവളോ തരും സാറുമാര്. നിനക്ക് വേണ്ടി എന്തും തരും.
ഇപ്പൊ എനിക്ക് ചളങ്ങിയത് കടച്ചാച്ചു. വരട്ടുമാ സാർമാരെ. அடிச்ச தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன், நான் அடிச்ச தாங்க மாட்டேன், 4 மாசம் போய் சேர மாட்டேன், நான் அடிச்ச தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன். അമ്മ അപ്പ വന്നു. വാ മോളെ വാ. അപ്പ എന്താ കൊണ്ടുവന്ന് നോക്കിയേ. ആ ആ തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ? சமைச்சிட்டு இருக்காரு. ആ ஏமா வா. ഇരുപത്തഞ്ച് വർഷം മുമ്പെന്ന് പറയുമ്പോൾ ആളെന്ന് റിലീസായിട്ടുണ്ടാവും സാർ. ജീവപര്യന്തം 12 വർഷമല്ലേ. ആനുകൂല്യങ്ങൾ ശിക്ഷയിൽ കുറച്ചാൽ തന്നെ ഒരു 8-9 വർഷം, അല്ലെങ്കിൽ 10 വർഷം. ആ സ്ഥിതിക്ക് അയാൾ നേരത്തെ തന്നെ പുറത്തിറങ്ങിക്കുമല്ലോ സാർ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ സൂപ്രണ്ട് സാറിന് കിട്ടുമായിരിക്കും. ഇതാണ് സാറിൻ്റെ മുറി. ഓക്കെ, താങ്ക് യു. വെൽക്കം സാർ. നൈസ് ടു മീറ്റ്. പ്ലീസ് ബി സീറ്റഡ്. സാറ് പറഞ്ഞ പ്രതിയുടെ ഹിസ്റ്ററി ഞാൻ ചെക്ക് ചെയ്തു. 1984 മാർച്ച് 14 ഭാര്യയെ കൊന്ന കുറ്റത്തിന് അയാളെ ഇവിടെ കൊണ്ടുവന്നത്. അന്ന് ജയിൽ സൂപ്രണ്ട് രാമനാഥൻ സാറായിരുന്നു. ജീവപര്യന്തം തടവായിരുന്നു. വലിയ പ്രശ്നക്കാരനായിരുന്നു. അന്നത്തെ ജയിൽ റെക്കോർഡ്സ് മൊത്തം അയാളെ പറ്റിയുള്ള പരാതികൾ മാത്രമായിരുന്നു. എന്നും മറ്റുള്ള പ്രതികളുമായിട്ട് അടിപിടിയായിരുന്നു. ഒടുവിൽ അസുഖം ബാധിച്ച് കിടപ്പിലായി. അന്വേഷിച്ച് വരാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല. ചികിത്സയ്ക്കായി ഞങ്ങൾ പരോളൊക്കെ അനുവദിച്ചെങ്കിലും അയാൾ പുറത്തേക്ക് പോകാൻ കൂട്ടാക്കിയതേയില്ല. ഒടുവിൽ അസുഖം മൂർച്ഛിച്ച് ഇവിടുത്തെ ആശുപത്രിയിൽ തന്നെ മരിക്കുകയായിരുന്നു. അയാളുടെ മരണശേഷം മകനെന്നോ മറ്റോ പറഞ്ഞ് ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല സാർ, അങ്ങനെ ഒരാൾ വന്നിട്ടേ ഇല്ല. മല്ലി ചേച്ചി, മല്ലി ചേച്ചി. ஏமா என்னாச்சு? അങ്ങനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. പുരുഷക്കിട്ട് സണ്ട പോട്ടിട്ടിയാ? അതൊന്നല്ല, അത് അങ്ങനെ ഇപ്പൊ ഒരു പണിക്ക് പോകില്ല. നേരം വെളുത്താ വൈകുന്നേരം വരെ ഒടുക്കത്തെ കള്ളുകൂടിയാ. പോരാതിന് ആ തെമ്മാടികളായ ചീട്ട് കളി. കണ്ണ് തെറ്റിയാൽ ഞാൻ പണിയെടുത്ത കാശ് കൊണ്ട് മുങ്ങും. പിള്ളേർക്ക് ഒരു നേരത്തെ അരി വാങ്ങാൻ നാട്ടുകാരോട് തെണ്ടേണ്ട അവസ്ഥയാ. എത്ര പറഞ്ഞിട്ട് ഒരു കൂസലുമില്ല അയാൾക്ക്. அப்படியே சமாச்சாரம். நீ கவலைப்படாத, பரிகாரம் நான் காட்டுறேன். ஆமா, அவ இப்ப எங்க இருக்கு? നമ്മുടെ കോളനിയുടെ പടിഞ്ഞാറ് ആ പണി നടക്കുന്ന കെട്ടിടല്ലേ, അവിടെ അവരുടെ താവളം. சரி நீ வா. സുശീലാമാ, സുശീലാമാ. ആ എന്താടി മല്ലി? ഒരു ചൂല് എടുത്തുക്കോ. എന്തിനാടി? இவ புருஷ குடும்பம் நோக்கல காலையில இருந்து கல்லூடி சீட்டு விழுந்தா, அதுக்கு ஒரு பரிகாரம் பார்க்கணும். ആഹാ, അങ്ങനെയാണോ? നീ വാ. ഞാനും വരണോ? അയ്യോ, ഞങ്ങളെ തല്ലു കൊള്ളാനല്ല, തല്ലു കൊടുക്കാനാ പോണത്. വരണ്ടല്ലേ? வாங்க. ആ അതാ നല്ലത്. ഇനി അങ്ങേരെ കൊണ്ട് പോയിട്ട് വേണം തല്ലു കൊണ്ട് ആശുപത്രി മുഴുവൻ കയറി ഇറങ്ങാനായിട്ട്. കാശിറാ നിങ്ങളാ ഇതിന്റെ മോളി വെക്കാൻ ആരിലുണ്ടടാ? എവിടെ നിന്നാടാ ഇത്രയും കാശ്? അപ്പം തിന്നാ പോരെ, കൊഴിയെണ്ണ ഇറങ്ങട്.
ഇറക്കടാ പൈസ ഇറക്കടാ. ஏண்டா வீட்டுக்கு செலவு கொடுக்காத இங்க சீட்டு விளையாட்டமா? இன்னைக்கு முடிச்சிடும் உங்க விளையாட்டு. ചേച്ചി പെണ്ണുങ്ങൾ പണിയെടുത്ത് കൊണ്ടുവന്നിട്ട് വേണോടാ പന്നികളെ നിനക്കൊക്കെ. ഞങ്ങളുടെ കഞ്ഞികൂടി മുട്ടിക്കുന്ന ഈ ഒടുക്കത്തെ കളി നിർത്തിക്കോണോ ഇന്നത്തെ കൊണ്ട്. எங்க போறேன்டா? இனி ஒரு வாட்டு உன்னை சீட்டு கழிக்கிறது பார்த்த உடம்பு பிஞ்சிடுவேன். ഇല്ല പെങ്ങളെ, ഇനി മേലെ ഞാൻ ചീട്ട് കളിക്കൂല. இனிமே மரியாதையா உன் குடும்பத்தை பத்திரமா பார்த்துக்கோ. இல்ல ஒண்ணு வாடா. இனி இவன் எந்த தொந்தரவும் பண்ண மாட்டான் இல்லடா? ഇല്ല ഇല്ല ചേച്ചി വാ. അമ്മേ മിഠായി മേടിക്കണം. ശരി വാങ്ങി. ദേ അമ്മേ ടീച്ചർ. വണക്കം ടീച്ചർ. നമസ്കാരം. പൊന്നുവിന്റെ അമ്മയല്ലേ? അമ്മ. എന്താ പേര്? മല്ലി. മല്ലി, പൊന്നുവിനെ അങ്ങനെ കൂടെ കൊണ്ടുവരുന്നത് ശരിയല്ല കേട്ടോ. അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ? இல்ல டீச்சர், இன்னைக்கு அவதி தானே. என் கூட போறணும்னு அடம் பிடிச்சிட்டே இருந்தேன். அதனால தான் கூட்டிட்டு வந்தேன். ഇവൾ വളരെയധികം കഴിവുള്ള കുട്ടിയാ. പാഠ്യവിഷയങ്ങൾ പെട്ടെന്ന് തന്നെ മനഃപ്പാഠമാക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ട്യൂഷൻ കൂടി കൊടുക്കാൻ സാധിച്ചാൽ അവൾക്ക് സ്കൂളിലെ തന്നെ നമ്പർ 1 സ്റ്റുഡൻ്റ് ആവാൻ സാധിക്കും. ആദിവാസി സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ഡോക്ടറും എഞ്ചിനീയറും ആവുന്ന കാലഘട്ടമല്ലേ ഇത്? സോ പൊന്നുവിന്റെ കാര്യം നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആക്കി എടുക്കണം. கண்டிப்பா டீச்சர், நான் பாத்துக்கிறேன். என்னோட ரொம்ப ஆசை இவ படிச்சு பெரிய ஆளாவணும்னு. വീട്ടിൽ പോയി നന്നായി പഠിക്കണം കേട്ടോ. ശരി എന്നാ. சரி டீச்சர். டீச்சர் சொன்னது கேட்டியா? என்னங்க என்னங்க? நான் ஒன்று சொல்ல மறந்துட்டேன். என்ன பொண்ணோட டீச்சரை பார்த்துட்டேன். புள்ள நல்லா படிக்கிறேன்னு சொல்லியாச்சு. അത് പറയണോ? എന്റെ മോള് മിടിക്കല്ലേ അല്ലേ മോളെ? ஆனா ஸ்கூலு மட்டும் போதாது, வெளியில ஏதோ டியூஷன் ஏதாவது சொல்லிருக்காங்க. നീ അതൊന്ന് അന്വേഷിക്കേ. നമ്മൾ ഈ കഷ്ടപ്പെടുന്നൊക്കെ ഇവക്ക് വേണ്ടിയല്ലേ. അപ്പം മോളെ ട്യൂഷൻ ഇടാട്ടോ. മോള് പഠിച്ച് പഠിച്ച് വല്ല കളക്ടർമാരാണോ? അതാണ് അപ്പയുടെ ആഗ്രഹം. ഉറപ്പായോ അവപ്പ? അപ്പയുടെ മൊത്ത പെണ്ണു. എന്താ മോനെ പറടാ. ആ കൊല്ലത്തുനിന്നുള്ള ലോഡിങ് എത്തിയായിരുന്നു. അതവിടെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പോയി ചോദിച്ചിരുന്നു. ചേട്ടാ ചേട്ടാ, പഴയ കുപ്പി പാട്ട് അത് കൊടുക്കാറുണ്ടോ? ഇല്ല ഇല്ല, ഏതാവതും ഉണ്ടെന്നെ കൊടുക്ക് ചേട്ടാ. ഇല്ലാന്നേ. ശരി ചേട്ടാ. പോയി എന്നിട്ടും അയാൾ തന്നില്ല. അതെ, ഞാനൊന്നുകൂടെ പോവാം. ചേട്ടാ, അവളാ അന്ന് എന്നെ ഷാജിയും തല്ലിയത്. തടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അവളെ പൂട്ടണം ചേട്ടാ. ഇവളാണല്ലേ കക്ഷി. ഇവൾക്കുള്ള പണി ഞാനേറ്റു. ഇത് കാണിച്ചി, ഞാൻ അകത്തേക്ക് എന്നെ കാണണ്ട. പോയിക്കോടാ.
ചേട്ടാ പഴയ കുപ്പി പാട്ട് ഏതാവത് കൊടുക്കാനുണ്ടോ? ആ കുറച്ചു നേരം കൊടുക്കാനുണ്ട്, നീ വന്ന് നോക്കിയേ. ശരി ചേട്ടാ. ഞാൻ വാ. ഇതിലേ വാ. വാ വാ. ഞങ്ങളെയൊക്കെ തല്ലിട്ട് വിലസ് നടക്കാന്ന് കരുതി അല്ലേടി? എന്തോടെ നിന്നെ സകല സൂക്കേടും തീർത്തരേ. കൈകാര്യം ചെയ്യണം അവളെ. പുല്ലേ ശരിയായി തന്നെ. നായേ ഐബാ വാ മോളെ. ചേട്ടാ ഈ കിണർ വൃത്തിയാക്കണമെന്ന് ഇവിടെയാണോ? ആ വാ. നാളെ തന്നെ വരണം കേട്ടാ. ഐബാ ക്യാച്ച്. വരാന്നേ. അവിടെ വളർത്തുന്ന പട്ടിയാവുന്ന കുഴപ്പമില്ല. നല്ല കടിയാണല്ലോ കടിച്ചേ. വല്ല തെരുവൂട്ടിയായിരുന്നെ കുഴപ്പമായാനെ ഇപ്പൊ. എത്ര നേരമായി ഒരു ചായ ചോദിച്ചു? അയ്യോ വർത്താനം കേട്ടാത്തൊന്നും ഇനി ചായ ഒന്നും കുടിച്ചില്ലെന്ന്. ഇന്ന് എത്രയായി ചായ കുടിക്കുന്നുണ്ടല്ലേ ഞാനിങ്ങനെ ഉന്മേഷമായിട്ടിരിക്കുന്നത്. ആ ഉന്മേഷത്തിന്റെ കൂടുതലുകൊണ്ട് എങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുന്നേ? എന്നാടാ ഒരു വയ്യാഴിക പോലെ? ഓ ഒന്നും പറയണ്ടേ ചേച്ചി, ഒരു പട്ടി വന്ന് കമ്മിയതാ. പട്ടി കമ്മിയെന്നോ? എന്നിട്ട് എന്നാ പറ്റിയേ? അപ്പാ മുട്ടായി ഇന്ന് വാങ്ങിയില്ല മോളെ, നാളെ വാങ്ങിച്ചേരാട്ടാ. എന്നാച്ച്? ഒന്നും പറ്റിയില്ല. പെരിയ മുറിവാ இருக்காங்க. ഞാൻ തുണി എടുത്തിട്ട് വരാം. അതൊന്നും വേണ്ടാന്ന്. നല്ല മുറിവുണ്ടെന്ന് തോന്നുന്നു. വല്ല തെരുവുപട്ടിയാണോടാ കടിച്ചേ? ഒരു കുഴപ്പമില്ല, ഒരു വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെന്നേ. ഹലോ എടാ പണി പാളിയടാ. എന്തിനാ? എൻ്റെ വീട്ടിലെ പട്ടി നല്ല ചത്തുവിടാ. ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു പേയായിരുന്നു. അതെയോ? കഴിഞ്ഞ ദിവസം ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോഴെനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ തൊടും പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവനെ കടിച്ചില്ലേ, എന്തെങ്കിലും കുഴപ്പമാവോ? എന്ത് കുഴപ്പം? ആ പിന്നെ നീ ആ പട്ടിയെ വിട്ട് അടുപ്പിക്കുന്നവർ കണ്ടിട്ടൊന്നുമില്ലല്ലോ. ആരും കണ്ടിട്ടൊന്നുമില്ല, എന്നാലൊരു പേടി.
നീ എന്തിനാടാ പേടിക്കണ്ടേ? പട്ടി വഴിയെ പോയ ആരെയോ കടിച്ചു. അതിന് നിന്നെ സംശയിക്കുന്ന കാര്യമൊന്നുണ്ട്. എന്നാലും വല്ല കേസും കുക്കറൊക്കെ ആവോ? എടാ എന്ത് കേസാ? അവനെയൊക്കെ കടിച്ച ആര് ചോദിക്കാനാടാ? പേര് മേൽവിലാസമില്ലാത്ത തെണ്ടികള്. അവരൊക്കെ തെരുവിൽ കിടന്ന് ചാവണ്ടല്ലടാ. ചാത്ത് തൊലയട്ടാ. തൽക്കാലം നീ ഒന്നും അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മനസ്സിലായോ? നമ്മളോട് അവിടെ ചെയ്തതിനൊക്കെ അനുഭവിക്കട്ടാ ചെറ്റാള്. അതെ, 10 ഇണ്ടികൾ അനുഭവിക്കണം. എന്നാങ്ക എന്താന്നറിയില്ല, വല്ലാത്തൊരു വിഷമം. ഒന്നും കുടിക്കാനും കഴിക്കാനും പറ്റുന്നില്ല. அப்படியா? என்னாச்சும் ஜுரம் இருக்கா? எனக்கு ஆஸ்பத்திரி போலாம். അത് വേണ്ട, വയറ്റിലെന്തോ നീര് കെട്ടിയതായിരിക്കും, അതങ്ങ് മാറിക്കോളും. அப்படின்னா நான் இன்னைக்கு வேலைக்கு போகிறதில்ல. അത് വേണ്ട, നീ പൊക്കോ, ഇത് മാറിക്കോളും. നിജംതാനെ? ഒരു കുഴപ്പമില്ല. ഹലോ ഹലോ സാർ അന്വേഷിക്കുന്ന പേഴ്സൺ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പാറപ്പുറം വില്ലേജിൽ ഒരു കോളനിയിൽ താമസിക്കുന്നുണ്ടെന്ന് പോലീസിൻ്റെ ഇൻഫർമേഷൻ കിട്ടി. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. അയാളുടെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ഉടൻ തന്നെ ഫോർവേഡ് ചെയ്യും. ഷുവർ സാർ. ഞാൻ നാളെ തന്നെ പുറപ്പെടും. ഓക്കെ സാർ. താങ്ക്സ്. ചതിച്ചല്ലോ ദൈവമേ, എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആരും ഇങ്ങോട്ട് അടുക്കണ്ട. അയ്യോ എന്റെ ദൈവമേ, ചതിച്ചല്ലോ, നിങ്ങൾ ആരും അടുക്കണ്ട. അയ്യോ വേണ്ട മോളെ, അങ്ങോട്ട് പോവണ്ട. മോളെ കരയല്ലേ മോളെ, മോളെ കരയാവേ, കരയല്ലേ മോളെ, മോളെ ഞാൻ പറയുന്നത് കേക്ക്, കരയല്ലേ മോളെ, മോളെ ഇവിടെ നിൽക്കൂ മോളെ, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ ദൈവമേ, ഈശ്വരാ, ഞാൻ എന്തൊക്കെ മോള് സമാധാനിക്ക്. யாராவது போய் வந்து அன்வேஸ்டிடுங்க. அவர் போயிட்டு 2 நாள் ஆச்சு, ഇനി തിരുമ്പി വരില്ല. എങ്ങനെ നോക്കാനാ മോളെ, അവൻ തന്നെ കാട് കയറി പോയതല്ലേ, നീ കരയാതിരി. எப்படி கரையாதிருக்குமா? இனி எங்களுக்கு யார் இருக்காங்க? யாராவது போய் அவரை கண்டுபிடிச்சு உன்னை ஆஸ்பத்திரியை சேர்த்துருங்க. ஐயோ ஐயோ அம்மா, தாங்க முடியல. നീ കരയാതിരിക്ക, അവനെ തീർച്ചയായും ഞങ്ങൾ കണ്ടുപിടിക്കും. നീയൊക്കെ ഇവിടെ എന്ത് പുളത്തിക്കൊണ്ടിരിക്കുകയാണ്?
നമ്മുടെ കൂട്ടത്തിൽ ഒരുവൻ അവൻ. എന്ത് വില കൊടുത്തു അവനെ ഇവിടെ കൊണ്ടുവരണം. ആ അതിന് ഞങ്ങൾ തയ്യാറായി തന്നെ ഇരിക്കുന്നേ. പരമോന്നതൻ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കും. വാടാ. നടന്നു വലിയ വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള അങ്ങനെയല്ലൊക്കെ അന്വേഷിച്ചല്ലോ. ആരാത്? ആരാ? മനസ്സിലായില്ല. ഞാൻ പരമുവിൻ്റെ ബ്രദറാണ്. ഓ, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ബോംബെയിലായിരുന്നു. ഓ, ആ MLA വന്നല്ലോ. ആ നമസ്കാരം സാർ. നമസ്കാരം. ഇവർക്ക് ബന്ധുക്കളാരുമില്ലേ? അങ്ങനെയുള്ളതായിട്ട് അറിയില്ല. ഇത് ബ്രദറാന്നാ പറഞ്ഞു. ഹലോ, ബ്രദറാണല്ലേ? ഇരിക്കെ. ഞങ്ങൾ 2 ടിൻസായിരുന്നു. ചെറുപ്പത്തിലെ ഞാൻ നാട് വിട്ട് ബോംബെക്ക് പോയി. അവിടെ പല ജോലികളും ചെയ്തിരുന്നു. ഇപ്പോൾ ബിസിനസ്സാണ്. എന്താ ബിസിനസ്? എക്സ്പോർട്ടിംഗ് ആണ്. ഓ, തിരക്കുകൾക്കിടയിൽ നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ല. ഓ ശരി. അവസാനം വന്നപ്പോഴേക്കും എല്ലാം വിധിയല്ലേ. സമാധാനിക്ക്. എനിക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. വരട്ടെ? ഓ, കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. ശരി സാർ. ആവശ്യമുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. ശരി.
എന്റെ പൊന്നു രമേശ, നീ ഇങ്ങനെ അടിച്ചു കയറ്റാതെ പണിയെടുക്കാൻ നോക്ക്. ദേ ഇന്നലെ ആ കാറിന്റെ ആൾക്കാർ വന്നു. നീ എത്രയും പെട്ടെന്ന് അതിന്റെ പണിയൊന്ന് തീർക്ക്, ഇല്ലെങ്കിൽ അവർ കുഴപ്പമുണ്ടാക്കും. താൻ എന്റെ തന്തയൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടമുള്ളപ്പോ പണി തീർക്കും. ഏത് വണ്ടി എപ്പം പണിയണമെന്ന് ഞാൻ തീരുമാനിക്കും, മനസ്സിലായോ? നീ എത്രയും പെട്ടെന്ന് വാ, ആ വണ്ടിയുടെ പണിയൊന്ന് തീർക്ക്. വർക്കി, നിന്റെ ഈ ഓഞ്ഞ വർക്ക്ഷോപ്പിൽ എന്റെ കാറ് കൊണ്ടിട്ടേ 2 ആഴ്ചയായി. എന്താണ് ഇതുവരെ ശരിയാക്കാത്തെ? അതെ, മറ്റു വണ്ടികളുടെ വർക്ക് തീരാത്തതുകൊണ്ടാ. എത്രയും പെട്ടെന്ന് പണി തീർത്ത് 2 ദിവസം കൊണ്ട് ഞാൻ വീട്ടിലെത്തിക്കാം, പോരെ? ഇനി നിനക്ക് അവധിയൊന്നുമില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ വണ്ടി ശരിയാക്കി എന്റെ വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ വിവരം പറയും. അത് ചേട്ടാ, ഡേവിസിനോട് ചെട്ടത്തരം പറയാ. പറഞ്ഞത് എന്ത് ചെയ്യടാ രമേശ, നീ പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് ഒരു ദിവസം സമയം താ, വണ്ടി ഞാൻ വീട്ടിലെത്തിക്കാം. ഇപ്പം പോ, ഞാൻ കാല് പിടിക്കാം. വർക്കി പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഇല്ലെങ്കിൽ തന്നോട് പുളുത്തും. എടാ രമേശ, അയാളുമായിട്ട് ഉടക്കുണ്ടാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. ഇനി വണ്ടി പണി തീർത്ത് കൊടുത്താലും അയാൾ കാശ് തരും തോന്നില്ല. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. അയാൾക്ക് 2 എണ്ണം കൊടുക്കാൻ പറ്റാത്ത വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. കാശുണ്ട് 200 എടുത്ത് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോന്നേ. നിന്റെ പറ്റു കുറെ ആയിട്ടോ. ഇപ്പൊ എന്റെ കാശൊന്നുമില്ല, വൈകുന്നേരം തരാം. ഇനി ഈ മാസം കാശൊന്നും ചോദിച്ചേക്കരുത്. നീ പറഞ്ഞ കാശ്. അതെ, അപ്പുറത്ത് വെച്ച് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. സംഗതി കുഴപ്പമായിന്നാ തോന്നുന്നേ. എന്താടി? എന്റെ മാസക്കുളി തെറ്റി. അങ്ങേർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതിനുള്ള കെൽപ്പുമില്ല അയാൾക്ക്. ഇത് പുറത്തറിഞ്ഞ വലിയ പ്രശ്നമാവും. ഞാൻ ഇനി എന്ത് ചെയ്യും? നീ പേടിക്കാടി, നിനക്ക് ഞാനില്ലേ, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാന്നേ. അപ്പൊ നളിനിയും പിള്ളേരും? എനിക്ക് മടുത്തവളെ. ആ ശവങ്ങളെ എങ്ങനെയും തലേന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇരിക്കുക ഞാൻ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാവടി. അതൊക്കെ നടക്കുവോ? വീട്ടുകാരറിഞ്ഞ പ്രശ്നമാവില്ലേ? ഏത് വീട്ടുകാരെ? ഈ രമേശനെ എതിർക്കാൻ ഈ നാട്ടിൽ ഒരു തെണ്ടിയും വരില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. അധികം താമസിക്കാതെ നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. നീ രൂപ എടുക്ക. നാളെ വേറൊരുത്തി കാണുമ്പോ നിങ്ങൾ എന്നെ തള്ളി പറയോ? നീ എന്റെ ഭാഗ്യ നക്ഷത്രം അല്ലേടി. ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഒന്നുമില്ലടി, ആ വർക്ക്ഷോപ്പിലൊരു കശവിച്ച. താനേ ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചിട്ടോ? സിഗരറ്റ് വാങ്ങണേ കുറച്ച് ദൂരം പോകണം. അത് കുഴപ്പമില്ല, താൻ പതുക്കെ വന്നാ മതി. നമുക്ക് മുറിയിലേക്ക് പോടി ചക്കരെ. അമ്മ പപ്പടല്ലേ? പപ്പടം ചെല്ലടാ, ചെന്നാ ഷബീപ്പ് ചോദിക്ക്. നിന്റെ അപ്പൻ കിട്ടുന്ന കാശ് മൊത്തം അവിടെ കൊണ്ടല്ലേ കൊടുക്കുന്നേ, അവിടുന്ന് കിട്ടും പപ്പടം. ഇപ്പൊ ഉള്ളത് കൂടി തിന്നാ നോക്ക്. കീറിക്കിടക്ക സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല.
വാടക കൊടുക്കാത്തോണ്ട് ഇനി എന്നാ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് അറിയത്തില്ല. ഞാൻ കൂലിവിലിക്ക് പോകുന്നുണ്ടാ ഈ കഞ്ഞിയെങ്കിലും കുടിക്കുന്നത്. വീടൊന്നോ കുടുംബമൊന്നോ ഒരു വിചാരമില്ലാത്ത മനുഷ്യൻ. വൃത്തിയുടെ കാണിച്ച കൈയും വെക്കും കാലും വെക്കും. എന്നെ നന്നാക്കാൻ ഒരുത്തരും വരണ്ട. എനിക്ക് ഇഷ്ടമുള്ള ജീവിക്കും. നിങ്ങളിങ്ങോട്ട് വന്നേ. അവളൊരു ശീലാവതി. എടീ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ നന്നാവണം. അല്ലെങ്കിലേ ഇവനെ പോലെയുള്ള നാറികളെ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. അവൻ ഒളിഞ്ഞു നോക്കാൻ വന്നേക്കുന്നു ചേട്ട. നിന്റെ കെട്ടിയവന് വല്ല സൂക്കേടും ഉണ്ടെങ്കിലേ കണ്ണി കണ്ട വീട്ടിലോട്ട് കയറ്റി വിടരുത്. അത് നീ തന്നെ തീർത്തോണം കേട്ടോടി. ഒരു ശീലാവതി. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാപ ചെയ്തത്? ഈ നാട്ടുകാരുടെ മുന്നിലൂടെ ഞാൻ എങ്ങനെ നടക്കും? എന്റെ ഒരു വിധി. ഏത് നേരത്താണോ ഈ കാലമടന്റെ കൂടെ ഇറങ്ങി വരാൻ തോന്നിയത്? കാമഭ്രാന്തൻ. എന്റെ പിള്ളേരെ ഓർത്താ ഞാൻ. അല്ലെങ്കിൽ പണ്ടേ എന്തെങ്കിലും കടുകയും ചെയ്തേനെ. ഷാപ്പിൽ ഒരുത്തുണ്ടല്ലോ, അവളോട് കുളിപ്പിച്ചു തരാൻ പറ. നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാ ആ അമ്മയുടെ വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കാൻ? മനുഷ്യനെ തൊലി ഉരിഞ്ഞു പോയി. കാമഭ്രാന്തൻ. ഈ നരുന്ന് പോലത്തെ നീ എനിക്ക് എന്താവാനാടി? എന്നാ ചെല്ലാ ഷാപ്പിലൊക്കെ പൂർത്തിയായിക്കോ. കിട്ടുന്ന കാശ് മുഴുവൻ അവളുടെ അണ്ണാക്കിലോട്ട് തള്ളി വെക്കല്ലേ? നീ എന്നെ ചോദ്യം ചെയ്യാറാടി? വേണ്ടിച്ചാ നീ എന്റെ കൈ പിടിക്കാറ. പാവമായിരുന്നു ആ പെണ്ണ്. കഷ്ടമായിപ്പോയി. ഉവ്വ, എനിക്ക് പണ്ടേ അറിയായിരുന്നു അവൻ ഇവളെ തല്ലിക്കൊല്ലൂന്ന്. അവളൊരു പിഴയായിരുന്നു ചേച്ചി. അതല്ലേ അവനിങ്ങനെ ആയിപ്പോയത്. ശരിയാ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതേന്നേ. സർ, ബോഡി എടുക്കാൻ കുറച്ച് സമയമാവല്ലോ. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ. ഓക്കെ, ബാ.
ആ ഹലോ രമ്യ, വിഘ്നേഷ് വരാറായില്ലേ? നീ റെഡി ആയിക്കോ, ഞാൻ വന്നോണ്ടിരിക്കുക. 10:30 അപ്പോയിൻമെന്റ്. അതെ. ഇപ്പോൾ സമയം 10. ഐ വിൽ ബി ദെയർ ഇൻ 10 minutes. ഓക്കെ. ഓക്കെ. ഡ്രൈവർ ഒന്ന് വേഗം വിട്. ഓക്കെ സാർ. ഇപ്പൊ 10 വർഷമായില്ലേ വിഘ്നേഷ്? രമ്യയുടെ കുഴപ്പമായിരുന്നെങ്കിൽ നമുക്ക് എൽവിയെ കുറിച്ച് ആലോചിക്കാമായിരുന്നു. ടെസ്റ്റുകളിലൊക്കെ പ്രോബ്ലം വിഘ്നേഷിനായിരുന്നു. സോ വി ആർ ഹെൽപ്ലെസ്. സാരമില്ല ഡോക്ടർ, എല്ലാ ഭാഗ്യവും ദൈവം ഒന്നിച്ചു തരില്ലല്ലോ. റിലാക്സ് വിഘ്നേഷ്, നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കല്ലേ. എനിവേ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. വിഘ്നേഷ്, എന്താ ഒരു ആലോചന? ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കുഞ്ഞിനെ താലോലിക്കുക എന്നുള്ളത്. നിനക്ക് ആ സൗഭാഗ്യം നേടിത്തരാൻ എനിക്ക് കഴിയാതെ പോയല്ലോ രമ്യ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഐ എം ടോട്ടലി ഐ വേസ്റ്റ്. നോ വിഘ്നേഷ്, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇറ്റ്സ് അവർ ഫെയ്ത്ത്. ഇതിന്റെ പേരിൽ വിഘ്നേഷിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും നിന്റെ ഉള്ളിലെ വേദന എനിക്കറിയില്ലേ. ബിസിനസ് തിരക്കിൽ നിന്നെ ഒന്ന് കെയർ ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല. നിന്റെ ഒറ്റപ്പെടൽ എനിക്ക് നന്നായി അറിയാം. വൈ ഡോണ്ട് യു സഫറിങ് ഫോർ മീ? ജസ്റ്റ് ലീവ് മീ ഡിയർ. നിനക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? വിഘ്നേഷ് എന്താ പറഞ്ഞേ? നിങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്തില്ലേ? ഓ, കൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഓഫീസിലെത്തും. ഓക്കെ, ശരി. ആ വിഘ്നേഷ്, ഇന്ന് ഈവനിങ് ഒന്ന് ഫ്രീ ആവാമോ? എന്തിനാണാവോ? അല്ല, എനിക്കൊരു ചെക്കനെ കാണാൻ പോവാനാ. ആ, അത് വിടടോ. ഇന്നലത്തെ ഇമോഷൻ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതല്ലേ. ഓ, ഒരു ഇമോഷൻ. എനിക്കല്ലേ വിഘ്നേഷ് ഇമോഷനൊക്കെ? വിഘ്നേഷ് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. രമ്യ, മതി. ഇനി അതിൽ പിടിച്ച് വഴക്കുണ്ടാക്കണ്ട. ഞാൻ ഈവനിങ്ങിൽ ഫ്രീ ആകാം. പോരെ? എവിടെ പോകാനാ? നോക്കണ്ട, അവിടെ തന്നെ. ഞാൻ ഓർഫനേജിലെ ഫാദറെ വിളിച്ചിരുന്നു. ഇനി കാര്യങ്ങളെ ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് വേണ്ടിയല്ലല്ലോ വിഘ്നേഷ്. ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിനൊക്കെ ഒരു അവകാശി വേണ്ടേ? പ്ലീസ് വിഘ്നേഷ്. ശരി, നീ റെഡി ആകുമ്പോൾ വിളിക്കേ, ഞാൻ വരാം. പോരെ? ഫാദർ, ഞങ്ങൾക്ക് 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളോടാണ് താല്പര്യം. ലെറ്റ് മീ ട്രൈ. ഞങ്ങളുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ ഒരാൺകുട്ടിയാണ് വേണ്ടത്. പക്ഷേ വിഘ്നേഷിന് ഇഷ്ടം പെൺമക്കളെയാ. സോ പെൺകുട്ടി മതി ഫാദർ. വിഘ്നേഷിന് എന്താ ഒരു സന്തോഷമില്ലാത്തത്? ഏയ്, ഒന്നുമില്ല ഫാദർ. പിന്നെ ഓർഫനേജ് ഹെഡ് ഫാദർ ഫ്രാൻസിസ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളെ തരാമെന്ന്. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത്.
നമ്മുടെ തന്നെ ബാന്ദ്രയിലുള്ള ഓർഫനേജിൽ അങ്ങനത്തെ 2 കുട്ടികളുണ്ട്. എങ്കിൽ നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. ആ, ഞാൻ അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ഉടനെ ചെയ്യാം. ശരി, ഓക്കെ ഫാദർ, ഞാൻ വിളിക്കാം. ഓക്കെ. രമ്യ, ഞാൻ പറഞ്ഞിട്ടില്ലേ കേരളത്തിൽ എൻ്റെ കുടുംബത്തെ പറ്റി? അവരൊക്കെ എവിടാന്നൊന്നും എനിക്കറിയില്ല. നാട്ടിൽ എനിക്കൊരു അനിയനുണ്ട്, പരമേശ്വരൻ എന്നാണ് അവൻ്റെ പേര്. ഞങ്ങൾ ഐഡൻറ്റിക്കൽ ട്വിൻസാണ്. വർഷം എത്ര കഴിഞ്ഞില്ലേ? നാട്ടിൽ അവനിപ്പോൾ കുടുംബവും കുട്ടികളൊക്കെ ആയി കാണും. നമുക്ക് അവിടം വരെ പോയി അവൻ്റെ ഒരു കുഞ്ഞിനെ ചോദിച്ചു നോക്കിയാലോ? അതാവുമ്പോൾ നമ്മുടെ പരമ്പര തന്നെയല്ലേ, നമ്മുടെ രക്തമല്ലേ. അപ്പോ ഓരോ ഓർഫനേജ് പോകുമ്പോ വിഘ്നേഷിന് അലട്ടുന്ന പ്രശ്നം ഇതായിരുന്നല്ലേ? ഞാനും വരാം നാട്ടിലേക്ക്, എനിക്കും കാണണം അവരെ. ഇപ്പം വേണ്ട, അവരെവിടാന്ന് എനിക്കൊരു വിവരവും ലഭിച്ചിട്ടില്ല. തൽക്കാലം ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ശരി. ഹലോ ശർമാജി, ടെൽ മീ. Vignesh, I have contact with the Kerala Ministry and done every arrangements there. You just go, everything will be okay there. താങ്ക് യു. It's okay. When is your flight? ടുമോറോ മോർണിംഗ് 8 o'clock. Okay, call me when you reach there. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. Okay, bye. I'm extremely delighted to take this opportunity to introduce you to Miss Pushpa Parameshwar, who has got the first rank in IAS examination and who hails from a very humble background. On behalf of the whole school, I take this opportunity to felicitate her and introduce her to this function. Let's welcome the top rank holder of IAS examination 2023, the proud of our institution, Miss Pushpa Parameshwar. Before receiving this award, let me say a few words, madam. Carry on. First of all, thank you all. Our principal, my faculties, my friends who supported me. As madam said, I came here with a dream. This campus. It helped me a lot. It showed me new ways of life. It's true. This campus played a great role behind my victory. Thanks to all. I know. Now I am standing here as an Indian Administrative Service rank holder. But there is one man who motivated and directed me to this goal. That was my Appa. He was not rich. He was not a gentleman. Yes, we were slum dwellers who poured and cleaned all the waste stuffs of the society. It was his job. The entire people seen him as a dirty fellow. But he was my hero. During that struggling life, he sent me to school, make me study with his little income. He was that much ambitious of me. So I used to study well, where my parents are not even known to read, write a single word. They were that much illiterate. When I was in 4th standard, my Appa told me a word. You can study how far you can. We will sacrifice anything for that. But my wishes is to see you as an IAS officer.
See how great he was. Compared to him, an IAS officer is very, very far beyond dreams. But his words are still echoing in my ears. I keep his ambition as a treasure in my mind. It was his dream, fulfilled here today by me. This is not my victory. It's that great man's victory. Unfortunately, he's no more. He died in an accident. In my childhood. From that moment, this was my ultimate aim. Today I achieved it. Now, I can see my Appa's happiness from the heaven. I feel his blessings. Appa, you are my hero. Till my last breath. You are my spirit. You are my energy. The credit doesn't end there. My living gods, who motivated and supported me, who gave me wings to fly, who highlighted the darkness of my life, my beloved Papa, Mama and Amma. This Pushpa will be nothing without them. On this wonderful occasion, I wish to share the stage with my loving parents. While receiving this dreamful award, with all your permission, I am inviting my parents to the stage. Once again, thanks to all. My faculties, principal, friends, everyone who supported and prayed for me. Thank you. Thank you all. So I happily invite the parents of Miss Pushpa IAS onto the stage. ഞാനല്ല വരേണ്ടത്, മല്ലിയാ. മല്ലി, നിങ്ങൾ പോയ മല്ലിയും വരണം. വാ.